സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവി സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുത്തു പരൻ ശാശ്വതമാം പാറയിൽ പാദം നിറുത്തിയതാണെന്നും സന്തോഷിപ്പി വീണ്ടും സന്തോഷിപ്പി സ്വർഗ സന്തോഷത്താൽ നിറവി സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. രോഗങ്ങൾ വന്നിടിലും ഭാരങ്ങളേറിയിടിലും സൗഖ്യം പകർന്നു പരൻ സന്തോഷം തന്നതിന എന്നും സന്തോഷിപ്പി വീണ്ടും സന്തോഷിപ്പി സ്വർഗ സന്തോഷത്താൽ നിറവി സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്തത നന്മ ധ്യാനിച്ചു സന്തോഷിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതസമയത്ത് ക്രിസ്തീയ വന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സദൃശവാക്യം 17-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ് വായിക്കുന്നത്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഒരു സംഭവം അത് കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് ശരീരത്തിന് താങ്ങുവാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ണം, പല മരുന്നുകൾ കഴിച്ചിട്ടും വണ്ണത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ കുറേ ചെറുപ്പക്കാർ തീരുമാനിച്ചു അച്ചായൻ്റെ വണ്ണം കുറയ്ക്കാൻ ഒരു മാർഗമുണ്ട്. അതായത് നാം ഓരോരുത്തരും ഓരോ ദിവസവും അച്ചായൻ്റെ അടുക്കൽ ചെന്ന് അയ്യോ അച്ചായൻ ക്ഷീണിച്ചു പോയല്ലോ എന്ന് അടിപൊളി നോക്കി പറയണം. എന്നിട്ട് ഇതും കൂടെ പറയണം, എങ്ങനെ നടന്ന മനുഷ്യനാണ് ഇപ്പോൾ കണ്ടില്ലേ ക്ഷീണിച്ചു വരുന്നതെന്ന്. ഈ യൗവനക്കാർ ഓരോരുത്തരും ഓരോ ദിവസവും അവരുടെ മിടുക്കൾക്കനുസരിച്ച് അച്ചായൻ്റെ അടുത്ത് എന്ന് ഈ വാക്കുകൾ പ്രയോഗിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ അച്ചായനാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ മെലിഞ്ഞുപോയി. ഇതിന് കാരണം ഓരോ ദിവസവും ചെറുപ്പക്കാർ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ഓർപ്പിക്കുമ്പോൾ തൻ്റെ മനസ്സ് തകർന്നു പോവുകയായിരുന്നു. അത് തൻ്റെ തടി കുറയ്ക്കാനുള്ള നല്ല ഔഷധമായി മാറി. ഇതുപോലെ തന്നെയാണ് ശരീരം മെലിഞ്ഞവരെ നോക്കി പറഞ്ഞാൽ മതി ഇപ്പോൾ കുറച്ച് തടിയൊക്കെ ആയി എന്ന് പറയുമ്പോൾ അവർ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും, ശരീരപുഷ്ടി ഉണ്ടാകും. ശ്രോതാക്കളെ, ഞാൻ ഇതിവിടെ ഓർപ്പിക്കാൻ കാരണം അനേകരും മനസ്സ് തകർന്നും തളർന്നും ഇരിക്കുമ്പോൾ അവരെ തേടി വരുന്നത് രോഗങ്ങളായിരിക്കാം. മനസ്സിൽ നീറിപ്പോകുന്ന ചിന്തകളുമായി ദിനങ്ങൾ തള്ളി നീട്ടുന്നവർ ആണെങ്കിൽ തീർച്ചയായും അവർ ആസന്ന ഭാവി രോഗികളായി മാറും. തകർന്ന മനസ്സിനെ ആർക്ക് സഹിക്കാം? ഭൂതലത്തിലുള്ള ഒരു വ്യക്തികൾക്കും അത് ശതകോടീശ്വരന്മാരായിക്കൊള്ളട്ടെ പലപ്പോഴും അവരുടെ മനസ്സിനെ അലട്ടുന്ന പല ചിന്തകളും കാണാം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തകർച്ച മൂലം എത്രയോ ജീവിതങ്ങൾ സ്വയം ജീവൻ എടുത്തിട്ടുണ്ട്, സംഭവങ്ങളുണ്ട്. അത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെയാകും. പെട്ടെന്നുള്ള ചില വാക്കുകൾ ചിലരെ മരണത്തിലേക്ക് തന്നെ നയിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നാബാലിൻ്റെ മരണത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നത്, ദാവീദും കൂട്ടരും നാബാലിൻ്റെ ദുഷ്ടത നിമിത്തം ആക്രമിക്കാൻ വന്ന വിഷയം അബീഗയിൽ പറഞ്ഞപ്പോൾ നാബാൽ നിർജീവമായി പോയെന്ന്. അവൻ്റെ ഹൃദയത്തിൻ്റെ താളം അവസാനിച്ചു. ആരും ഹൃദയത്തിൽ ഭാരം വെക്കരുത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾ കരയട്ടെ, അങ്ങനെ ഹൃദയത്തിൻ്റെ ഭാരം നീങ്ങിപ്പോകട്ടെ എന്ന്. ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കുന്നതാണ് എത്രയോ നന്നായിരിക്കുന്നത്. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് വരാം. മക്കളിൽ നിന്നാവാം, ഭർത്താവിൽ നിന്നാവാം, ഭാര്യയിൽ നിന്നാവാം. എന്നാൽ ഹൃദയത്തിൻ്റെ താളങ്ങളെ തെറ്റിക്കുന്ന ചില വാക്കുകളായിരിക്കാം. ചിലപ്പോൾ ചില ശകാര വാക്കുകൾ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല. വീണ്ടും കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല.
ഈ മനോവേദനകളെല്ലാം ഒറ്റമൂലിയായി കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അല്ലെങ്കിൽ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-11 വാക്കുകളാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നതിനാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈനംദിന ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. ദൈവിക സന്തോഷവും സമാധാനവും അഡ്വാൻസായി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ലോകത്തിൽ ഒരു മനുഷ്യനും ഒരുവൻ്റെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കാൻ സാധിക്കാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷത്തിലാക്കുവാൻ യേശുവിന് മാത്രമേ സാധ്യമാകുള്ളൂ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം, തകർന്ന മനസ്സ് അസ്ഥികൾക്ക് ദ്രവത്വം. ദൈവിക പ്രമാണത്തിൽ നിന്നാൽ ദൈവത്തിൻ്റെ സന്തോഷം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കാൻ സന്തോഷത്തോട് ഹൃദയഭാരങ്ങൾ അകറ്റി ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ നിലനിൽപ്പാൻ നോക്കണം. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.